പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ വന്നപ്പോൾ ലോകം ശ്വാസമടക്കിപ്പിടിച്ചുനിന്ന ആ രാത്രികൾ ഓർമ്മയുണ്ടോ? അന്ന് അമേരിക്കയിൽ നിന്നും പെൻഡഗണിൽ നിന്നും പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, എല്ലാം സുരക്ഷിതം, കാര്യമായ പരിക്കുകളില്ല, നാശനഷ്ടങ്ങളില്ല. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ആകാശത്തുനിന്നുള്ള കണ്ണ് തുറന്നുകാട്ടുന്നത് മറ്റൊന്നാണ്. വൈറ്റ് ഹൗസ് അടച്ചുപിടിച്ച സത്യങ്ങൾ ഓരോന്നായി ഇന്ന് പുറത്തുവരുമ്പോൾ ലോകമൊന്നടങ്കം ചോദിക്കുന്നു, അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തൽ? അമേരിക്കയും ഇസ്രായേലും ഫെബ്രുവരി അവസാനം ഇറാനെതിരെ സംയുക്ത ആക്രമണങ്ങൾ ആരംഭിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധഘട്ടത്തിന് തുടക്കമായത്. ആണവ സൗകര്യങ്ങൾ, മിസൈൽ വികസന കേന്ദ്രങ്ങൾ, ഇറാനിയൻ സൈനിക താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടന്ന വ്യോമ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ അതിവേഗം തിരിച്ചടിക്കിറങ്ങി. മിസൈലുകളും ദീർഘദൂര ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു പ്രതികാരം. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, UAE, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളാണ് പ്രധാന ലക്ഷ്യങ്ങളായത്. ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളനുസരിച്ച് മേഖലയിൽ വ്യാപിച്ചുകിടക്കുന്ന കുറഞ്ഞത് 128ഓളം ഘടനകളോ സൈനിക ഉപകരണങ്ങളോ ആക്രമണത്തിൽ തകർന്നതായോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിച്ചതായോ കണ്ടെത്തിയിട്ടുണ്ട്. ഹാങ്ങറുകൾ, വിമാന പാർക്കിംഗ് മേഖലകൾ, ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക ബാരക്കുകൾ, ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ ഉപകരണങ്ങൾ തുടങ്ങി അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ നിർണായക ഘടകങ്ങളാണ് ലക്ഷ്യമാക്കപ്പെട്ടത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അമേരിക്കൻ സൈനിക കമാൻഡർമാർക്ക് സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ചില താവളങ്ങൾ സാധാരണ പ്രവർത്തനങ്ങൾക്ക് പോലും സുരക്ഷിതമല്ല എന്ന വിലയിരുത്തലിനെ തുടർന്ന് നിരവധി സൈനിക ഉദ്യോഗസ്ഥരെയും സാങ്കേതിക വിദഗ്ധരെയും അടിയന്തരമായി മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചില ബേസുകളിൽ സൈനിക സാന്നിധ്യം കുറഞ്ഞതോടെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക നിയന്ത്രണ സംവിധാനത്തിന് തന്നെ ആഘാതമുണ്ടായെന്നാണ് വിലയിരുത്തൽ. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഭാഗം ഉപഗ്രഹ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദമാണ്. യുദ്ധമാരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രധാന ഉപഗ്രഹ ചിത്രീകരണ കമ്പനികളായ വാൻഡർ, പ്ലാനറ്റ് എന്നിവയ്ക്ക് അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധമേഖലയിലെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വൈകിക്കുകയോ ചില ചിത്രങ്ങൾ തടഞ്ഞുവയ്ക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടതായും പറയുന്നു. ഇതിലൂടെ ഇറാന്റെ ആക്രമണങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി പുറത്തുവരുന്നത് നിയന്ത്രിക്കാനായിരുന്നു ശ്രമമെന്നാണ് വിമർശനം. എന്നിരുന്നാലും ഇറാനിയൻ വാർത്താ ഏജൻസികൾ ഉയർന്ന റെസല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തുടർച്ചയായി പുറത്തുവിട്ടതോടെ സ്ഥിതി പൂർണ്ണമായി മറച്ചുവെക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഈ ചിത്രങ്ങളിൽ 100-ലധികം സ്വതന്ത്രമായി പരിശോധിച്ച അന്വേഷണ സംഘങ്ങൾ കൃത്രിമത്വത്തിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ഉപഗ്രഹ സംവിധാനത്തിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റു വാണിജ്യ ഉപഗ്രഹ ഡേറ്റകളും ഉപയോഗിച്ച് നടത്തിയ താരതമ്യ പഠനങ്ങളും ഇറാന്റെ അവകാശങ്ങളെ ഭാഗികമായെങ്കിലും ശരിവെക്കുന്നതായി വിലയിരുത്തപ്പെട്ടു. ഖത്തറിലെ അൽ-ഉദൈദ് വ്യോമതാവളത്തിലുണ്ടായ നാശനഷ്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക പ്രവർത്തനങ്ങളുടെ ഹൃദയ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഈ താവളത്തിലെ ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രം നേരിട്ട ആക്രമണത്തിൽ തകർന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബഹ്റൈനിലെ അമേരിക്കൻ 5ാം കപ്പൽപ്പട ആസ്ഥാനത്തെ ഉപഗ്രഹ ഡിഷുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുവൈത്തിലെ ക്യാമ്പ് ബ്യൂറിങ്ങിലുള്ള പവർ പ്ലാന്റ് ആക്രമണത്തിൽ പ്രവർത്തനരഹിതമായി. ബഹ്റൈനിലെയും കുവൈത്തിലെയും പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടത് ഇറാൻ വെറും പ്രതികാരമല്ല, അമേരിക്കയുടെ പ്രതിരോധ കവചം തന്നെ തകർക്കാനുള്ള തന്ത്രപരമായ ശ്രമമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുന്നു. ജോർദാനിലും UAEയിലുമുള്ള താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായാണ് പുറത്തുവന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഏറ്റവും വിശ്വസിക്കുന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനായില്ലെന്ന വിലയിരുത്തൽ ഇതോടെ ശക്തിപ്പെട്ടു. ചില റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയിലെ E-3 സെൻട്രി നിരീക്ഷണ വിമാനവും ഇന്ധന ടാങ്കറുകളും ലക്ഷ്യമാക്കിയതായും പറയുന്നു. ഈ യുദ്ധം അമേരിക്കൻ സൈനിക തന്ത്രങ്ങളെ അടിസ്ഥാന തലത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ദീർഘകാലമായി അമേരിക്ക ആശ്രയിച്ചിരുന്ന വൻ സൈനിക താവളങ്ങൾ, സ്ഥിരമായ റൺവേകൾ, കേന്ദ്രീകൃത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഇപ്പോൾ ഡ്രോൺ മിസൈൽ യുദ്ധത്തിന്റെ കാലത്തു വലിയ ദുർബലതകളായി മാറിയിരിക്കുന്നു. വളരെ ചെലവ് കുറഞ്ഞ ഡ്രോണുകളും കൃത്യമായ മിസൈലുകളും ഉപയോഗിച്ച് ആയിരക്കണക്കിന് കോടി രൂപ വിലവരുന്ന സൈനിക സംവിധാനങ്ങളെപ്പോലും പ്രവർത്തനരഹിതമാക്കാമെന്ന് ഇറാൻ തെളിയിച്ചുവെന്നാണ് പല സൈനിക വിശകലന അധികാരികളുടെയും അഭിപ്രായം. വിരമിച്ച അമേരിക്കൻ മറീൻ കോർപ്പ് കേണലും സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ഉപദേഷ്ടാവുമായ മാർക്ക് കാൻഷ്യന്റെ വിലയിരുത്തൽ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. ഇറാന്റെ ആക്രമണങ്ങൾ അതികൃത്യമായിരുന്നു, ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ആക്രമണങ്ങളുടെ അടയാളങ്ങൾ വളരെ കുറവാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം.
ഇതിലൂടെ അമേരിക്കയും അതിന്റെ സഖ്യങ്ങളും ഏറെക്കാലം കുറഞ്ഞു കണക്കാക്കിയിരുന്ന ഇറാന്റെ മിസൈൽ കഴിവ് യഥാർത്ഥത്തിൽ എത്രമാത്രം വികസിച്ചിട്ടുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇറാന്റെ ആക്രമണങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ സൈനിക ആസൂത്രകർ ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ പരിഗണിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ സൈനിക താവളങ്ങൾക്ക് പകരം ചെറുതും ചിതറിക്കിടക്കുന്ന മൊബൈൽ കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള ചർച്ചകൾ സജീവമാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിര സൈനിക സാന്നിധ്യം കുറയ്ക്കുന്നതും പരിഗണനയിലാണ്. ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മുൻപത്തെപ്പോലെ വൻതോതിൽ സൈന്യത്തെ മേഖലയിൽ വിന്യസിക്കുന്ന കാലം അവസാനിച്ചേക്കാം. ഈ യുദ്ധം വെറും അമേരിക്ക-ഇറാൻ ഏറ്റുമുട്ടലല്ല, ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പാണിത്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, മറുവശത്ത് ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും സാങ്കേതികമായി സ്വയം ശക്തപ്പെട്ട ഒരു രാജ്യം. ഈ പോരാട്ടം തെളിയിച്ചത് ഭാവിയിലെ യുദ്ധങ്ങൾ നിർണ്ണയിക്കുന്നത് വെറും യുദ്ധവിമാനങ്ങളോ ആണവായുധങ്ങളോ അല്ല, കൃത്യമായ ഡ്രോണുകളും ഇന്റലിജൻസ് സംവിധാനങ്ങളും ദീർഘദൂര മിസൈലുകളുമായിരിക്കുമെന്നാണ്.